വോട്ടർ പട്ടിക അട്ടിമറി വിവാദം കത്തിപ്പടരുന്നതിന്റെ ഇടയിൽ ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ മറ്റൊരു തയ്യാറെടുപ്പ് തകൃതിയായി നടക്കുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. വമ്പൻ പദ്ധതികളാണ് അണിയറയിൽ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയ്ക്കൊപ്പം ഇത്തവണ തൃശൂരിലും ബി.ജെ.പി. ഒരു കണ്ണുവയ്ക്കുന്നുണ്ട്. എ ക്ലാസ് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ നേതാക്കൾ അതാത് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം. ആദ്യം നേമം തന്നെ എടുക്കാം. സംസ്ഥാനത്ത് വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായിരിക്കും നേമം. കുമ്മനം രാജശേഖരൻ തന്നെയായിരിക്കും ഇത്തവണ നേമത്ത് മത്സരിക്കുക. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 51,888 വോട്ടുകൾ നേടിയാണ് കുമ്മനം രണ്ടാം സ്ഥാനത്തെത്തിയത്. 54,452 വോട്ടുകൾ നേടിയാണ് ശിവൻകുട്ടി നേമത്ത് ജയിച്ചത്. സിറ്റിംഗ് MLA ആയ CPM-ന്റെ വി ശിവൻകുട്ടി ഇത്തവണ മത്സരിക്കാൻ സാധ്യതയില്ല. അതിനാൽ നേമത്ത് വിജയസാധ്യതയുണ്ടെന്നാണ് ബി.ജെ.പിയുടെ ഒരു വിലയിരുത്തൽ. ശിവൻകുട്ടിക്ക് പകരം ഭാര്യ ആർ പാർവതി ദേവിയെ CPM കളത്തിലിറക്കാൻ സാധ്യതയേറെയാണ്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി സേവനമനുഷ്ഠിക്കുന്ന ആര്യ രാജേന്ദ്രനും തുല്യ സാധ്യതയുണ്ട്. വനിതാ പ്രാതിനിധ്യം കൂട്ടുന്നതിന്റെ ഭാഗമായി നേമത്ത് ഒരു വനിത തന്നെയാവും പാർട്ടിയുടെ തുറുപ്പുചീട്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് മണ്ഡലത്തിന് പുറത്തുനിന്ന് തന്നെ സ്ഥാനാർത്ഥി വരേണ്ടി വരും. കേരളത്തിൽ ബി.ജെ.പിക്ക് ഏക MP ഉള്ള ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ. നേമം പോലെ തന്നെ ബി.ജെ.പി. ജയസാധ്യത കാണുന്ന മണ്ഡലമാണ് തൃശൂർ. 2021 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി.ജെ.പിക്കൊപ്പമുണ്ട്. എന്നാൽ തൃശൂരിൽ പത്മജയെ ആയിരിക്കില്ല ബി.ജെ.പി. കളത്തിലിറക്കുക. സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശിനോട് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി ഇപ്പോഴേ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രമേശ് തന്നെയായിരിക്കും തൃശൂരിൽ ബി.ജെ.പിക്കായി മത്സരിക്കുക. 2021 സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ 39,616 വോട്ടുകൾ നേടി ബി.ജെ.പി. 3ാം സ്ഥാനത്തെത്തിയിരുന്നു. എന്നാൽ 2021 ശേഷം തൃശൂർ മണ്ഡലം തങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണെന്നാണ് ബി.ജെ.പി. കരുതുന്നത്. കോർപ്പറേഷൻ മേഖലയിൽ ബി.ജെ.പിക്ക് ശക്തമായ സ്വാധീനമുള്ളതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. തൃശൂരിൽ പാർട്ടി CPI-യുടെ സുനിൽകുമാറിനെ വിട്ടുകളിക്കാൻ സാധ്യതയില്ല. കോൺഗ്രസിൽ മുൻ മേയറായിരുന്ന രാജൻ പല്ലന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. 2021 ബി.ജെ.പി. 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് കഴക്കൂട്ടം. ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി. 2026 ശോഭ തന്നെ മത്സരിക്കണമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ കൂടുതൽ ജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറാൻ ശോഭ ആഗ്രഹിക്കുന്നതായും വാർത്തകളുണ്ട്. അങ്ങനെയെങ്കിൽ അത് കായംകുളത്താവാനാണ് സാധ്യത. 2 തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയെ ഒഴിവാക്കുക എന്ന പോളിസി മാറ്റി നിർത്തിയാൽ CPM കടകംപള്ളി സുരേന്ദ്രൻ തന്നെ കളത്തിലിറക്കും. കോൺഗ്രസ് ഡോക്ടർ എസ് ലാലിനെ തന്നെ പരീക്ഷിക്കും എന്നാണ് വിലയിരുത്തൽ. പാലക്കാട് ബൈ ഇലക്ഷനിൽ തോൽവി വഴങ്ങിയെങ്കിലും പാലക്കാട് വിടാൻ ബി.ജെ.പി. തയ്യാറല്ല. 2021 E ശ്രീധരൻ മത്സരിച്ചപ്പോൾ മികച്ച പ്രകടനമാണ് ബി.ജെ.പി. നടത്തിയത്. 53,080 വോട്ടുകൾ നേടി UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിച്ചപ്പോൾ 49,755 വോട്ടുകളുമായി E ശ്രീധരൻ രണ്ടാമതെത്തി. എന്നാൽ ബൈ ഇലക്ഷനിൽ മത്സരിച്ച ശ്രീ കൃഷ്ണകുമാറിന് 39,246 വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ. പാർട്ടിയിലെ ഉൾപ്പോരാണ് കൃഷ്ണകുമാർ ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ കാരണമെന്നാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. 2026 വരുമ്പോൾ അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നാൽ പാലക്കാട് ജയസാധ്യതയുണ്ടെന്നും ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നു. സി കൃഷ്ണകുമാർ തന്നെയായിരിക്കും പാലക്കാട് ബി.ജെ.പിക്കായി മത്സരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിലെ ഏതെങ്കിലും മണ്ഡലം തിരഞ്ഞെടുത്താൽ പകരം സന്ദീപ് വാര്യരാവും രംഗത്തെത്തുക. കൃഷ്ണകുമാർ ഭാഗത്തിനെതിരെയുള്ള വോട്ടുകളിലാവും സന്ദീപിന്റെ പ്രതീക്ഷ. പാലക്കാട് യുവത്വം വിട്ടുകളിക്കാൻ CPM തയ്യാറാവില്ല. സരിൻ ഫ്രെയിമിലേയില്ല. DYFI ജില്ലാ സെക്രട്ടറി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോഴേ ഇടം പിടിച്ചു കഴിഞ്ഞു. തൃശൂർ ജില്ലയിലെ മണലൂർ നിയോജക മണ്ഡലത്തിൽ AN രാധാകൃഷ്ണൻ ബി.ജെ.പിക്കായി മത്സരിക്കും. 2021 രാധാകൃഷ്ണൻ 35,951 വോട്ടുകളുമായി 3ാം സ്ഥാനത്തായിരുന്നു. സമീപകാലത്ത് ബി.ജെ.പിക്ക് സ്വാധീനമുയർത്താൻ സാധിച്ച മണ്ഡലമാണ് മണലൂർ. വീണ്ടും മണലൂരിൽ സ്ഥാനാർത്ഥിയാകുക എന്ന പദ്ധതിയോടെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലെ നിയമസഭാംഗം മുരളി പെരുന്നെല്ലി മത്സരരംഗത്തുണ്ടാവില്ല. പ്രായാധിക്യം തന്നെയാണ് കാരണം. CPM യുവ സ്ഥാനാർത്ഥിയെ ഇറക്കിയേക്കും. കോൺഗ്രസ് നിലവിലെ അവസ്ഥയിൽ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയെ ആശ്രയിക്കേണ്ടി വരും. പുതിയ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ.